നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഭയാനകമായിട്ടുള്ള ഒരു CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ ബേക്കറിക്കുള്ളിൽ കയറി ഒരാളെ 7 പേർ ചെന്ന് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന സ്വത്ത് തർക്കവും കുടുംബ വഴക്കുമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഇതിൽ ചന്നപ്പ നരിനാൾ എന്ന 35-കാരനാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 7 പേരാണ് ഈ അക്രമം നടത്തിയിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ കാണുന്ന 7 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. രവി, പ്രദീപ്, മഞ്ജുനാഥ്, നാഗരാജ്, മഞ്ജുനാഥ്, ഗൗതം, പ്രമോദ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തവരഗേര പട്ടണത്തിലെ ദിവസവേതന തൊഴിലാളിയായ ചന്നപ്പ ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് തന്നെ ആക്രമണത്തിൽ ചന്നപ്പ മരിച്ചു. 2 മിനിറ്റിനുള്ളിൽ ആക്രമികൾ കൊലപാതകം നടത്തി പ്രദേശം വിട്ടതായി പോലീസ് അറിയിച്ചു. ബേക്കറിക്കുള്ളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ ആക്രമികൾ ചന്നപ്പയെ വാളും മരക്കഷ്ണവും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നതും വ്യക്തമായി കാണാം. ചന്നപ്പയുടെ കഴുത്തിലും തലയിലും പുറത്തും കൈകാലുകളിലും വെട്ടേറ്റിട്ടുണ്ട്. ആക്രമണത്തിനിടെ ചന്നപ്പ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 7 പേർ ചേർന്ന് ഓടി തുരുതുര വെട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്ററിന് അകലെയായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത്. ആക്രമണം ചില ആളുകൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. വഴിയാത്രക്കാരൻ പകർത്തിയ സംഭവത്തിന്റെ ഒരു വീഡിയോയിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടിയതായും ചന്നപ്പ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായും കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ അരികിൽ പ്രായമായ ഒരു സ്ത്രീ കരയുകയും അലറുകയും ചെയ്യുന്നതും കാണാമായിരുന്നു. കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന സ്വത്ത് തർക്കമാണ് ആക്രമണത്തിന് ഇടയാക്കിയതെന്നും ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് പോലീസിന്റെ നിഗമനം. തന്റെ കുടുംബവും മറ്റൊരു വിഭാഗവും തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായിരുന്നതായി മരിച്ചയാളുടെ മൂത്ത സഹോദരനും പരാതിക്കാരനുമായ ദുരഗപ്പ നരിനാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രധാന പ്രതികളിൽ ഒരാളായ രവി അടുത്തിടെ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 7 പേരിലും രവിയുണ്ട്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് ചന്നപ്പ കൊല്ലപ്പെട്ടത്. വടിവാളും മരക്കഷ്ണങ്ങളും ഉപയോഗിച്ചാണ് ചന്നപ്പയെ അതിക്രൂരമായി ആക്രമിച്ചിരിക്കുന്നത്. പലപ്പോഴും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും പ്രതികൾ പിന്നാലെ ഓടി റോഡിലിട്ട് വെട്ടുകയായിരുന്നു. കഴുത്തിലും തലയിലുമേറ്റ മാരക മുറിവുകളാണ് മരണത്തിന് കാരണമായിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരാണ് ഈ കൊലപാതകത്തിന് മുൻകൈയെടുത്തത്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ പരസ്യമായി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കുടുംബം പറഞ്ഞിട്ടുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇനി എന്താണ് ഇവരുടെ സ്വത്ത് തർക്കം, എത്ര കാലമായിട്ടത് നിലനിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഏതായാലും വളരെ നടുക്കുന്ന ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.